കേന്ദ്ര ബജറ്റിനെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബജറ്റ് എന്ന് പരിഹസിച്ച കോൺഗ്രസിന് മറുപടിയുമായി ബിജെപി സംസ്ഥാന കമ്മിറ്റി രംഗത്ത്. രാജ്യത്തിന്റെ സമ്പത്ത് കുടുംബ ബജറ്റാക്കിയവരാണ് കോൺഗ്രസുകാരെന്ന് സംസ്ഥാന കമ്മിറ്റി പ്രസ്താവനയിൽ ആരോപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനകീയ ബജറ്റിനെയാണ് കോൺഗ്രസ് പരിഹസിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിലിരുന്ന 60 വർഷവും കേന്ദ്ര സർക്കാരുകൾ അവതരിപ്പിച്ചത് കുടുംബത്തിനു വേണ്ടിയുള്ള ബജറ്റായിരുന്നു. രാജ്യത്തിന്റെ സമ്പത്ത് നെഹ്റു കുടുംബത്തിനും ചിദംബരം അടക്കമുള്ള കോൺഗ്രസുകാരുടെ കുടുംബങ്ങൾക്കും പങ്കുവച്ചവരാണ് ബിജെപിയുടെ ബജറ്റിനെ പരിഹസിക്കുന്നത്. ചരിത്രത്തിലാദ്യമായാണ് കർഷകർക്ക് മിനിമം വേതനം നൽകുന്നത്. കർഷകർക്കും തൊഴിലാളികൾക്കും ഇടത്തരംകാർക്കും ഏറെ പ്രയോജനപ്പെടുന്ന ബജറ്റാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത്. ആശാ അംഗനവാടി ജീവനക്കാരുടെ വേതനം കൂട്ടിയതും തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി ESI പരിധി ഉയർത്തിയതും അഭിനന്ദനാർഹമാണെന്ന് ബിജെപി നേതൃത്വം അവകാശപ്പെട്ടു. അതേസമയം കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചതിന് പിന്നാലെ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജിയും വന്നു. ഇടക്കാല ബജറ്റിന് ഭരണഘടനാ സാധുതയില്ലെന്നും അതിനാൽ ബജറ്റ് അസാധുവാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് മോഹൻലാൽ ശർമ്മയാണ് ബജറ്റ് അസാധുവാക്കണമെന്ന ആവശ്യവുമായി കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. ഭരണഘടന പ്രകാരം പൂർണ്ണ ബജറ്റും വോട്ട് ഓൺ അക്കൗണ്ടും അവതരിപ്പിക്കാൻ മാത്രമേ സാധിക്കൂ എന്നാണ് ഹർജിയിൽ പറയുന്നത്. കാലാവധി തീരാൻ കുറച്ചുകാലം മാത്രം ബാക്കിയുള്ള സർക്കാരിന് പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് കുറഞ്ഞ കാലത്തേക്കുള്ള ഭരണ ചെലവുകൾക്കുള്ള വോട്ട് ഓൺ അക്കൗണ്ട് അവതരിപ്പിക്കാനേ സാധിക്കുകയുള്ളൂവെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു. ഇടക്കാല ബജറ്റ് എന്നൊരു സംവിധാനം ഭരണഘടനാശ്രിതമല്ലെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നു. ചികിത്സയ്ക്കായി പോയ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്ക് പകരം മന്ത്രി പീയൂഷ് ഗോയലാണ് ഇത്തവണ ബജറ്റ് അവതരിപ്പിച്ചത്. കർഷകർക്കും ഇടത്തരം വരുമാനക്കാർക്കും കൂടുതൽ ഇളവുകളും ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കുന്നതായിരുന്നു ഈ ബജറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബജറ്റാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ഇതിന് മറുപടിയുമായാണ് ബിജെപി സംസ്ഥാന നേതൃത്വം എത്തുന്നത്. ഇതിനിടെയാണ് ബജറ്റ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി മോഹൻലാൽ ശർമ്മ സുപ്രീം കോടതിയെ സമീപിച്ചതും. റിസർവ് ബാങ്കിന്റെ കരുതൽ ധനം കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടുവെന്ന വിവാദത്തിൽ നിലനിൽക്കുന്നതിനിടെ കഴിഞ്ഞ ഡിസംബറിൽ മോഹൻലാൽ ശർമ്മ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്കെതിരെ പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ 50,000 രൂപ പിഴയൊടുക്കി ഹർജി കോടതിയിൽ തള്ളുകയാണുണ്ടായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.